ബദനി നവജീവൻ പ്രൊവിൻസിനു വേണ്ടി കോട്ടയം ഗിരിദീപത്തിൽ വെച്ച് നടത്തിയ പട്ടംകോട് ശുശ്രൂഷയിൽ ബദനി സുപ്പീരിയർ കുത്തിയിലച്ചൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബദനി സമൂഹത്തിൻ്റെ മുൻ അധ്യക്ഷനും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൂന കട്കി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയുമായിരിക്കുന്ന അഭിവന്യ മാത്യൂസ് മാർ പക്കോമ്യൂസ് പിതാവേ, ബദനി നവജ്യോതി പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ പെരിയ ബഹുമാനപ്പെട്ട ജോർജ് അയ്യനേത്തച്ചൻ, ബദനി നവജീവൻ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ പെരിയ ബഹുമാനപ്പെട്ട സിറിലാനന്ദ് മൊറോത്തച്ചൻ, ജനറൽ കൗൺസിൽ അംഗങ്ങളെ, പ്രൊവിൻഷ്യൽ കൗൺസിൽ അംഗങ്ങളെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ബദനി ആശ്രമാംഗവും ഗുഡ്ഗാവ് ഭദ്രാസനത്തിൻ്റെ വികാരി ജനറാളുമായിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള വിനയാനന്ദച്ചൻ, ബദനി സന്യാസിനി സമൂഹത്തിൻ്റെ മദർ ജനറൽ ഏറ്റവും സ്നേഹമുള്ള മദർ ആർദ്ര, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നവവൈദികർ, സ്നേഹമുള്ള വർഗീസ് അച്ഛനും ഏറ്റവും സ്നേഹമുള്ള ലിൻസൺ അച്ഛനും പ്രിയപ്പെട്ട ജിവിൻ സക്കറിയ അച്ഛനും, 2024 ഒക്ടോബർ മാസം 24 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള സഭയ്ക്ക് മുഴുവനായി നൽകിയതായ ചാക്രിക ലേഖനത്തിൻ്റെ പേര് ദിലക്സിത് നോസ്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ യേശു ക്രിസ്തുവിൻ്റെ മാനുഷികവും ദൈവീകവുമായ സ്നേഹത്തെക്കുറിച്ച് ലോകത്തെ പ്രത്യേകമായ വിധത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കപ്പെട്ടവരായിട്ട് ബദനി സന്യാസി സമൂഹത്തിൽ നിന്ന് ഇന്ന് 3 വൈദികരെ ദൈവം ബദനിക്കും തിരുസഭയ്ക്കുമായി നൽകുമ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ യേശു തമ്പുരാൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നതിനോട് ചേർന്ന് കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട, വിളിച്ചു ചേർക്കപ്പെട്ടതായ ഈ 3 നവവൈദികർ, ഇവരുടെ ചുമതലയെക്കുറിച്ചും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ പറയുന്നത് മറ്റൊന്നല്ല, കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് മാനവകുലത്തെ നയിക്കേണ്ടവരായിട്ട് ആണ് ഇന്ന് ഈ നവവൈദികർ ഇവിടെ പ്രത്യേകമായ വിധത്തിൽ അഭിഷിക്തരായിരിക്കുന്നത്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ 2024 ഡിസംബർ 24 രാത്രി ക്രിസ്മസ് ആഘോഷത്തോട് ചേർന്ന് വത്തിക്കാനിൽ പരിശുദ്ധ പത്രോസിൻ്റെ ബസലിക്കായുടെ പ്രധാന കവാടം തുറന്നിട്ടുകൊണ്ട് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. പ്രത്യാശയുടെ തീർത്ഥാടകരായി തീരുവാൻ ഈ 2025 ജൂബിലി വർഷം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോൾ ഈ 2025 ആദ്യ നാളുകളിൽ തന്നെ, ഈ പുതുവർഷ പുലരിയിൽ തന്നെ, പുതുവർഷ ആരംഭത്തിൽ തന്നെ ബദനി സന്യാസി സമൂഹത്തിലൂടെ ആഗോള സഭയ്ക്ക് 3 നവവൈദികരെ ലഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഹൃദയത്തിൻ്റെ ഭാഷ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഭാഷ നഷ്ടപ്പെട്ടാൽ ഒരുമിച്ച് ജീവിക്കുക അസാധ്യമാണ് എന്നുള്ളത്
നമ്മുടെ കുടുംബ ജീവിതത്തിലും കൂട്ടായ്മയുടെ ജീവിതത്തിലുമൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുവാൻ, ഹൃദയത്തിൻ്റെ ഭാഷ അന്യമായിരിക്കുന്ന ഈ ലോകത്ത് ഹൃദയമാകുവാനും ഹൃദയമേകുവാനുമായിട്ട് സന്യാസ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഈ നവവൈദികർ. ഏതാണ്ട് 12 വർഷക്കാലം നീണ്ടു നിന്നതായ സന്യാസ വൈദിക പരിശീലനത്തിൻ്റെ അവസാനത്തിലാണല്ലോ ഈ പൗരോഹിത്യ പദവിയിലേക്ക് ദൈവം ഇവരെ കൈപിടിച്ച് നടത്തിയിരിക്കുന്നത്. ഈ 12 വർഷക്കാലത്തെ പരിശീലനത്തിലൂടെ ഈ നവവൈദികർ ഇവരോടൊപ്പം ഈ വരുന്ന 7-ാം തീയതി പൗരോഹിത്യം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്നതായ 5 ശമാശന്മാരും ബദനി സന്യാസ സമൂഹത്തിൻ്റെ പ്രത്യേകമായ സിദ്ധിയിലും ചൈതന്യത്തിലും പരിശീലിപ്പിക്കപ്പെട്ടവരാണ്. ഇത് വളരെ വ്യക്തമാണ്. ഇവരുടെ ദൈവവിളി ബദനി സന്യാസി സമൂഹത്തിലേക്കാണ് ദൈവം നൽകിയിരിക്കുന്നത്. ആഗോള കത്തോലിക്കാ സഭയിൽ വിവിധങ്ങളായ സന്യാസ സമൂഹങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. വേറെ ഏതെങ്കിലും സന്യാസ സമൂഹത്തിലെ സിദ്ധിയോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയല്ല. ധന്യന്മാർ ഈവാനിയോസ് പിതാവ് 1919 മുണ്ടൻമലയുടെ മുകളിൽ കത്തിച്ചു വെച്ചതായ ബദനി ആശ്രമത്തിൻ്റെ ഈ അങ്കണത്തിലേക്ക് ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കൈപിടിച്ച് ഇവരെ കൊണ്ടുവന്നത് ബദനി ആശ്രമത്തിലൂടെ ആഗോള സഭയ്ക്ക്, മാനവകുലത്തിന് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ഈ നവവൈദികർ വെറും പുരോഹിതരല്ല, വെറും സന്യാസികളല്ല, മറിച്ച് ബദനി ആശ്രമത്തിലെ സന്യാസ വൈദികരാണ്. അതിന് പ്രത്യേകതയുണ്ട്, നമുക്കറിയാം. മറ്റുള്ളവരെ പോലെ ആയിത്തീരുവാൻ വേണ്ടിയല്ല, മറ്റുള്ളവരോട് ചേർന്ന് മറ്റുള്ളവരുടെ സമൂഹങ്ങളുടെ ആദർശങ്ങളുണ്ട്, സിദ്ധിയുണ്ട്. അതിനപ്പുറത്തേക്ക് ബദനി ആശ്രമത്തിൽ ധന്യന്മാർ ഈവാനിയോസ് പിതാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ വിളിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ലഭിച്ചതായ ആ ചൈതന്യത്തിനും ആധ്യാത്മികതയ്ക്കും ചേർന്ന വിധം ഈ ലോകത്തിന് സാക്ഷ്യം നൽകുവാൻ പ്രത്യേകമായ നിയോഗം ലഭിച്ചിരിക്കുന്നവരാണ് ഈ നവവൈദികരും ബദനി ആശ്രമത്തിലെ ഞങ്ങൾ ഓരോരുത്തരും എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത സ്വയം ഭരണാവകാശമുള്ള വ്യക്തികളായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നതായ കാലഘട്ടമാണ്. സഭകൾക്ക് സ്വയം ഭരണാവകാശമുണ്ട് എന്ന് നമുക്കറിയാം. ആഗോള സഭയിൽ 24 വ്യക്തിഗത സഭകൾ, സ്വയം ഭരണാവകാശമുള്ള ചർച്ച് സൂയൂരിസ് എന്ന് പറയുന്ന സ്വയം ഭരണാവകാശമുള്ള സഭകൾ. അതുപോലെയല്ലോ ബദനി സമൂഹത്തിൽ ഒരു കൂട്ടായ്മയുടെ ജീവിതവുമായി ചേർന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നതായ ഞങ്ങൾക്കുള്ളത് സ്വയം ഭരണാവകാശം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കേണ്ട വ്യക്തികളല്ല, മറിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ കൂട്ടായ്മയുടെ സാക്ഷികളായിട്ട് കൂട്ടായ്മയിൽ വിദഗ്ധരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് ബദനി ആശ്രമത്തിലെ സന്യാസികളും. കൂട്ടായ്മ ജീവിതത്തോട് ചേർന്ന് സന്യാസത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നതായ സന്യാസി സന്യാസിനികളുമെന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ ഈ പ്രിയപ്പെട്ട നവവൈദികരെ നമ്മൾ ആദരിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ആശംസകൾ നമ്മൾ അർപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിത വഴികളിൽ, മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ പലതരത്തിലുള്ളതായ പ്രേരണകളും പ്രലോഭനങ്ങളും ഈ കാലഘട്ടത്തോട് ചേർന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവവിളിയെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരാകണം. വളരെ പ്രത്യേകമായിട്ട് ദൈവത്തോടും ദൈവീയ നിയോഗങ്ങളോടുമല്ലാതെ വേറെ യാതൊന്നിനോടും പ്രതിബദ്ധത കാണിക്കുവാൻ പാടില്ല. വളരെ വ്യക്തമാണ്. ദൈവത്തോടും ദൈവീയ നിയോഗങ്ങളോടുമല്ലാതെ വേറെ യാതൊന്നിനോടും പ്രതിബദ്ധത കാണിക്കാതിരിക്കുവാൻ ഒരു സന്യാസ വൈദികൻ, ഒരാശ്രമ വൈദികന് സാധിക്കുമ്പോഴാണ് നമ്മുടെ സന്യാസ ജീവിതവും സന്യാസ പൗരോഹിത്യവും ഈ കാലഘട്ടത്തോട് ചേർന്ന് ഫലദായകമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ വാക്കുകൾ, എന്ത് ചെലവ് വരുമെന്ന് കണക്ക് കൂട്ടി നോക്കാതെ കർത്താവേ അങ്ങേയ്ക്ക് നൽകുന്നതിന് ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. എത്ര മുറിവുകളേറ്റാലും അവയെ കൂട്ടാക്കാതെ അങ്ങേക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. അവിടുത്തെ തിരുവിഷ്ടം ഞങ്ങൾ ചെയ്യുന്നുവെന്നറിയുന്നത് തന്നെ ഞങ്ങൾക്ക് പ്രതിഫലമായിരിക്കട്ടെ. നവവൈദികരായ അഭിഷിക്തരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര വൈദികരെ, നിങ്ങളെടുത്തു വയ്ക്കുന്ന പാദങ്ങൾ ഒരുപക്ഷെ മുറിവേൽക്കപ്പെടാൻ സാധ്യതയുള്ളതായ മേഖലകളിലേക്ക്, പ്രേക്ഷിത ശുശ്രൂഷകളിലേക്ക് നിങ്ങൾ അയക്കപ്പെട്ടാലും ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ വാക്കുകൾ നമുക്ക് കൂട്ടായിട്ട് പ്രചോദനമായിട്ട് കൂടെയുണ്ടാകണം. നിങ്ങൾക്ക് നൽകപ്പെടുന്നതായ നിയോഗങ്ങളിൽ, ദൈവീയ നിയോഗങ്ങളിൽ ഉണ്ടാകുന്ന മുറിവുകൾ മറ്റു മുറിവുകളെ കുറിച്ചല്ല. ഇന്ന് സഭയ്ക്ക് മുറിവുകൾ നൽകുന്ന ആളുകളുണ്ട്, സഭയ്ക്ക് നൊമ്പരങ്ങൾ നൽകുന്ന ആളുകൾ സഭയ്ക്കുള്ളിലുണ്ട്, സഭയ്ക്ക് പുറത്തുണ്ട് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ദൈവിക നിയോഗത്തോട് ചേർന്ന് നിൽക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് വ്യാപരിക്കുന്നതിൻ്റെ ഫലമായി സഭയ്ക്ക് നൊമ്പരങ്ങൾ നൽകുന്ന പുരോഹിതരെ പോലെയോ സന്യാസികളെ പോലെയോ അല്ല. ദൈവ നിയോഗത്തിൽ ഏൽക്കപ്പെടുന്നതായ മുറിവുകളുടെ മുൻപിൽ നഷ്ടധൈര്യരാകാതെ, ആവേശം ചോർന്നു പോകാതെ ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുവാനുള്ളതായ ധൈര്യവും അതിനുള്ളതായ ദൈവകൃപയും ലഭിപ്പാൻ തക്കവണ്ണം അതിനുള്ളതായ അഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ ഈ അഭിഷേകത്തിന് അല്പം പോലും കുറവ് വരാതെ ഈ ദൈവിക നിയോഗങ്ങളെ മുറിവേറ്റാലും അതിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമ്മുടെ നവവൈദികരുടെ 3 പേരുടെയും മാതാപിതാക്കള് ഏറെ സന്തോഷത്തോടു കൂടിയാണല്ലോ നമ്മുടെ മുൻപിൽ ഇവിടെ ആയിരിക്കുന്നത്. മാതാപിതാക്കളും അവരുടെ സഹോദരങ്ങളും 12 വർഷങ്ങൾക്ക് മുമ്പ് ഭവനത്തിൽ നിന്ന് നിങ്ങൾ കൈപിടിച്ച് ബദനി ആശ്രമത്തിൻ്റെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് പ്രൊവിൻഷ്യൽ അച്ഛന്മാരെയോ അവരുടെ ഗുരുഭൂതന്മാരായ വൈദിക ശ്രേഷ്ഠരെയോ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. അത് പറയുവാൻ കാരണങ്ങളേറെയുണ്ട്, ഞാനതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഇന്ന് 12 വർഷങ്ങൾക്ക് ശേഷം തമ്പുരാൻ്റെ ഈ അൾത്താരയോട് ചേർന്ന് ദൈവകൃപയുടെ നിറവിൽ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയിൽ പൗരോഹിത്യത്തിലേക്ക് കൈപിടിച്ചുയർത്തപ്പെട്ട ഈ നവവൈദികരെ നിങ്ങൾ കാണുമ്പോൾ, അവർ നിങ്ങൾക്ക് നൽകുന്നതായ വിശുദ്ധ കുർബാന നിങ്ങൾ സ്വീകരിച്ചപ്പോൾ, അവരുടെ കരങ്ങൾ നിങ്ങൾ മുത്തുമ്പോൾ നിങ്ങൾ സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നു എന്നെനിക്കറിയാം. നിങ്ങൾ ബദനി ശബ്ദത്തിലെ പ്രത്യേകമായിട്ട് ഈ ഓർഡിനേഷനോട് ചേർന്ന് പുറത്തിറക്കുന്നതായ ബദനി ശബ്ദം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ മാതാപിതാക്കളുടെ വാക്കുകൾ എൻ്റെ കണ്ണുകളിൽ പതിഞ്ഞത്, എൻ്റെ ഹൃദയത്തിൽ പതിച്ചത്, പ്രിയപ്പെട്ട വർഗീസ് സണ്ണി മുണ്ടമറ്റം അച്ഛൻ്റെ വണ്ടൻമേട് ഇടവകയിൽ നിന്നുള്ള പ്രിയപ്പെട്ട വൈദികൻ തിരുവല്ല അതിഭദ്രാസനത്തിൽ വണ്ടൻമേട് ഇടവകയിൽ നിന്നുള്ള പ്രിയപ്പെട്ട വർഗീസ് മുണ്ടമറ്റം വൈദികൻ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ എഴുതിയിട്ടിരിക്കുന്ന വാക്കുകൾ, അന്ത്യം വരെ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി എൻ്റെ മകൻ ജീവിക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേറൊരാഗ്രഹമില്ല എന്നറിയാം. ഈ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചടിപ്പിക്കപ്പെട്ടതായ ഈ മക്കൾക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും മനോഹരമായ ഉദാത്തമായ പ്രാർത്ഥനയാണിത്. ഇവരുടെ അന്ത്യം വരെ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുവാനുള്ള നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആശംസയും അത് കണ്ണുനീരിൽ ചാലിച്ചതായ പ്രാർത്ഥനയാണ്, ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണെന്ന് ഞങ്ങൾക്കറിയാം. പൂന കട്കി ഭദ്രാസനത്തിൽ കാലവാടി ഇടവകയിൽ നിന്നുള്ളതായ പ്രിയപ്പെട്ട ലിൻസൺ മാത്യുവിൻ്റെ മാതാപിതാക്കള്, ഏക സഹോദരി ശ്വേത ഇവിടെ ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ട കുടുംബത്തെ എനിക്ക് നന്നായിട്ടറിയാൻ, ഞാൻ അവിടെ വികാരിയായിരുന്നതുകൊണ്ട്. അഭിമന്യ തോമസ് മാർക്കൂറിലോസ് പിതാവ് ഈ മക്കളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ചൊക്കെ എത്ര മനോഹരമായിട്ട് നമ്മളോട് പറയുകയുണ്ടായി. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്നതായ അവരുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അവർ ഈ മകനു വേണ്ടി എഴുതിയിട്ടിരിക്കുന്നതായ വാക്കുകൾ, ദൈവത്തിനു വേണ്ടി സകലതും ഉപേക്ഷിച്ചു,
എല്ലാം അതിലുണ്ട്. ഏക മകൻ സന്താനം, ഒരു മകളേ ഉള്ളൂ, ഞാൻ ഒരു സഹോദരിയേ ഉള്ളൂ. ഈ ഏക മകനെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചത്, മാതാപിതാക്കളെയും സഹോദരിയെയും കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് ആശ്രമത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറുമ്പോൾ കണ്ണുനീര് ചാലിച്ചു എന്ന് ലിൻസൻ്റെ വാക്കുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പൻ ജീവിതത്തിൽ ആദ്യം കരഞ്ഞിട്ടുള്ളത് ഞാൻ കാണുന്നത് എന്നെ ആശ്രമത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ അവസരത്തിലാണെന്ന്. അതിനുശേഷം ഒരിക്കൽ പോലും എൻ്റെ അപ്പൻ എൻ്റെ ആശ്രമത്തിൽ ഞാൻ ആയിരിക്കുന്നതിനെക്കുറിച്ച് കരഞ്ഞിട്ടില്ല, സന്തോഷിച്ചിട്ടേ ഉള്ളൂ എന്ന് ലിൻസൻ പറയുകയാണ്. തീർച്ചയായിട്ടും എല്ലാം ഉപേക്ഷിക്കുന്ന, ദൈവത്തിനു വേണ്ടി എന്തും ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നതാണ് സന്യാസ പൗരോഹിത്യം. അവിടെയാണ് അതിൻ്റെ ശ്രേഷ്ഠത, അവിടെയാണ് അതിൻ്റെ മഹത്വം. നിലമ്പൂരിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജിബിൻ സക്രിയായുടെ മാതാപിതാക്കൾ, അവരുടെ വാക്കുകൾ ഏറെ ഹൃദ്യമാണ്. അവർ പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ ഞങ്ങളെ വിലയുള്ളവരാക്കി. പ്രിയപ്പെട്ട മകൻ അൾത്താരയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ മാതാപിതാക്കൾ സന്തോഷത്തോടെ പറയുകയാണ്, മനുഷ്യരുടെ മുൻപിൽ ഞങ്ങളെ വിലയുള്ളവരാക്കി എന്ന്. വേറെ പല കാര്യങ്ങളിൽ തൻ്റെ മകനെക്കുറിച്ച് സ്വപ്നം കാണാമായിരുന്നു, പലതിനെക്കുറിച്ച് സ്വപ്ന കോട്ടകൾ കെട്ടാമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ ലോകത്തിൻ്റെ മുൻപിൽ ഞങ്ങൾക്ക് വില നൽകുന്നത്, ഞങ്ങളെ വിലയുള്ളവരാക്കി തീർക്കുന്നത് ഈ പ്രിയപ്പെട്ട മകൻ ഇന്ന് ഈ അൾത്താരയിൽ ഈ വിശുദ്ധ ബലിയർപ്പണത്തോട് ചേർന്ന് പൗരോഹിത്യം സ്വീകരിച്ച് വിശുദ്ധ ബലിയർപ്പിക്കുന്ന നിമിഷങ്ങളാണെന്നുള്ളത് അവർ പറയുമ്പോൾ, പുരോഹിതരായി സന്യസ്തരായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ അത് വലിയ പ്രചോദനമായിട്ട് മാറുകയാണ്. ഈ അവസരത്തിൽ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് സന്തോഷത്തോടെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ സന്തോഷത്തിന് കാരണം ഇവർ പുരോഹിതരായിത്തീരുന്നു എന്നുള്ളതാണല്ലോ. പുരോഹിതരായിത്തീരുന്നു എന്നുള്ളതല്ല, പുരോഹിതരായി ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ആശംസകൾ ഹൃദയത്തിൽ നിന്ന് നേർന്നുകൊണ്ട് നമ്മളിവിടെ ആയിരിക്കുന്നു. നമുക്കറിയാം, ബദനി സന്യാസി സമൂഹത്തിൻ്റെ ചൈതന്യവും സിദ്ധിയും അത് ലോകമെമ്പാടും നൽകുന്നതിന്, പ്രത്യേകിച്ച് ബദനി ഇന്നേറെ സ്ഥലങ്ങളോട് ചേർന്ന് പ്രേക്ഷിത ശുശ്രൂഷകൾ നടത്തുന്നു. വളരെ പ്രത്യേകമായിട്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ എത്യോപ്യയിലുള്ളതായ ബദനിയുടെ മിഷനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളോട് ചേർന്ന് എത്യോപ്യയിൽ നമ്മൾ നടത്തുന്നതായ മിഷൻ പ്രവർത്തനങ്ങൾ, നമ്മുടെ അച്ഛന്മാർ വൈദികർ, ഇന്ന് അതിന് നേതൃത്വം നൽകുന്ന ഡെലഗേഷൻ സുപ്പീരിയറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ വിനോദ് അച്ഛൻ ഇവിടെയുണ്ട്. പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ അച്ഛനെ അഭിനന്ദിക്കുകയാണ്. അച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ നടത്തുന്നതായ വലിയ പ്രേക്ഷിത ശുശ്രൂഷ തീർച്ചയായിട്ടും ബദനിയുടെ ശുശ്രൂഷയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു വൈദികൻ പോയി നടത്തുന്നു എന്നുള്ളതല്ല. ബദനിയുടെ ശുശ്രൂഷയ്ക്ക് അവിടെ നൽകപ്പെടുന്നതായ വലിയ അംഗീകാരവും മുദ്രയും ഒക്കെ നമ്മൾ ഈ അടുത്ത നാളുകളിൽ കേൾക്കുന്നുണ്ടല്ലോ. നമുക്ക് നമ്മുടെ പ്രേക്ഷിത ശുശ്രൂഷയിൽ നമ്മുടെ ബദനിയുടെ സിദ്ധി മറ്റുള്ളവരിലേക്ക് പ്രവഹിപ്പിക്കേണ്ടത്, അഭിനന്ദ കൂറിലോസ് പിതാവ് തൻ്റെ സുവിശേഷ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ ക്രിസ്തുവാണെന്ന് നിങ്ങൾ ആരോടും പറയണ്ട, മറിച്ച് ഞാൻ ക്രിസ്തുവാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞുകൊള്ളും. നമ്മൾ ബദനിക്കാരാണെന്ന് നമ്മൾ പോകുന്ന സ്ഥലത്ത് ആരോടും പറഞ്ഞിട്ടല്ല ബദനിക്കാരനാകേണ്ടത്, മറിച്ച് നമ്മുടെ സിദ്ധിയും നമ്മുടെ ചൈതന്യവും നമ്മുടെ ശുശ്രൂഷകളും അത് കാണുന്നവർ ഇവനൊരു ബദനിക്കാരനാണെന്ന് പറയുവാൻ തക്കവണ്ണമുള്ളതായ ഒരു വലിയ ബോധ്യവും അതിനുള്ളതായ കൃപയും അഭിഷേകവുമെല്ലാം ഈ വന്യവൈദികരിൽ നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ നിശബ്ദരാക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടമാണ്. മറ്റുള്ളവരുടെ വാ മൂടുവാൻ തക്കവണ്ണം നീ സംസാരിക്കണ്ട എന്ന് പറയുന്നവരുടെ എണ്ണം കൂടുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഒരു പുരോഹിതൻ, ഒരു സന്യാസ വൈദികൻ മറ്റുള്ളവരുടെ ശബ്ദത്തെ അടിച്ചമർത്തേണ്ടവനല്ല, ശബ്ദമില്ലാത്തവന് ശബ്ദം കൊടുക്കുവാൻ, ശബ്ദമില്ലാത്തവന് വേണ്ടി ശബ്ദിക്കേണ്ടവനാണ് ഒരു പുരോഹിതൻ, ഒരു സന്യാസി. അതാണല്ലോ പ്രവാചക ദൗത്യമായി ദൈവം നമുക്ക് നൽകുന്നത്.
നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ ഒരു പ്രവാചക ദൗത്യമായിട്ട് ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം നൽകുവാൻ, ശബ്ദിക്കുവാൻ കഴിവില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ, നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു.